അപ്പോൾ ശരിടാ, ബാക്കി പ്രൊഡിക്ഷനിലോട്ട് കിടക്കാം. ശരി, നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, 50, 90, 130 3 ആംഗിൾസ് വന്നിട്ടുണ്ട്. പൊസിഷൻ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ വരാം, കൂടുതൽ മാർക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. ഓക്കെ, അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്കും കണ്ടിരിക്കും. ശരി, നോക്കിക്കോടാ, 50, 130, 90 3 ആംഗിൾസ് ഉണ്ട്. അത് സർക്കിളിൻ്റെ എവിടെയൊക്കെ ഇരിക്കും പൊസിഷൻ അങ്ങ് പറഞ്ഞാൽ മതി. എടാ ഇങ്ങനെ പഠിച്ചു വെച്ചോടാ, 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. ഓക്കെ, എ ബി ഡയമീറ്റർ ആണ്, അപ്പോൾ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഓൺ ദ സർക്കിൾ ആയിരിക്കും. 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണെങ്കിൽ അത് എന്താ വെളിയിലായിരിക്കും, ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണെങ്കിൽ അത് ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇത്രയും പഠിച്ചു വെച്ചാടാ. വില കൂടിയവൻ വീട്ടിനകത്ത്, ഓക്കെ, വില കുറഞ്ഞവൻ വീണ്ടും പുറത്ത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 90 ഡിഗ്രിയെക്കാട്ടും കുറഞ്ഞവൻ പുറത്തേക്ക് കിടക്കും, 90 ഡിഗ്രിയെക്കാട്ടും കൂടിയവനുണ്ട് അകത്തേക്ക് കിടക്കും. പെട്ടെന്ന് നോക്കി പറയടാ, 90 ഡിഗ്രി ആണെങ്കിൽ ഞാൻ പറഞ്ഞു അല്ലേ, അപ്പം ഈയുടെ പൊസിഷൻ ഈ അല്ലടാ എ ബി. ഓക്കെ, ഈയുടെ പൊസിഷൻ ഡയറക്റ്റ് നമുക്ക് പറയാം. ഈയുടെ പൊസിഷൻ എന്താടാ 90 ഡിഗ്രി ആണ്, അതുകൊണ്ട് എന്താ ഓൺ ദി സർക്കിൾ ആയിരിക്കും, ഓൺ ദി സർക്കിൾ. ഓക്കെ, ഓൺ ദി സർക്കിൾ ആയിരിക്കും. ഇനി എന്താടാ സി, സി നോക്കിയടാ, സി എന്ന് പറയുന്നത് എത്ര 50 ഡിഗ്രി, 90 ഡിഗ്രിയെക്കാട്ടിലും കുറവ്. ഓക്കെ, വിലയില്ലാത്തവരാ, അത് എവിടെ ആയിരിക്കും പുറത്ത്. അപ്പോൾ എന്തായിരിക്കും സിയുടെ പൊസിഷൻ ഔട്ട് സൈഡ്, സിയുടെ പൊസിഷൻ ഉണ്ടാകുക ഔട്ട് സൈഡ്. ഓക്കെ, അടുത്തിനി ഏതാ പറഞ്ഞത് ഡി, 130. 130 അടിക്കുന്നത് എന്താ 90-നെക്കാട്ടും കൂടുതൽ വിലയുള്ളവൻ, അവൻ എന്താ അകത്തിരിക്കും. അപ്പോൾ എന്താ ഡി എന്ന് പറഞ്ഞാൽ എവിടെ ആയിരിക്കും ഇവിടെ ഇൻസൈഡ്, ഇൻസൈഡിലായിരിക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പൊസിഷൻ എഴുതാം. ആംഗിൾ നോക്കുക, വാല്യൂസ് അനലൈസ് ചെയ്യുക, പൊസിഷൻ എന്ന് പറയാം. ഓക്കെ, സർക്കിളിലെ ക്വസ്റ്റ്യനാണ്. ഒരു ഫിഗർ തന്നിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ തന്നിരിക്കും, ഇതിന് ബാക്കി ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കിയടാ, ഇവിടെ നമുക്ക് OCB എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഇനി ബാക്കിയുള്ള എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ ഫൈൻഡ് അതർ ആംഗിൾ ഞാൻ അത് ജനറൽ എഴുതിയതാണ്, അവർ ചിലപ്പോൾ എടുത്തു പറയും ഏതൊക്കെ ആംഗിൾസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കണം, OC എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OB എന്ന് പറയുന്നത് റേഡിയസ് ആണ്, 2 റേഡിയസ് ആണ്. അപ്പോൾ 2ഉം ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ ഇത് എന്ത് ട്രയാങ്കിൾ ആണ്, ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചേടാ, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 2 ആംഗിൾസും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായിരിക്കും ഇവിടെ 40 ഡിഗ്രി. അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ല. ഒരു ഇവിടെ ഫോം ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും ഐസോസിലസ് ആണ്, കാരണം 2 റേഡിയസ് ഉണ്ട് അവിടെ. അപ്പോൾ എന്തായിരിക്കും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ 40 ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും ഇവിടെ 40. ഇനി ഈ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിയടാ, 2 പേരും 40, ഈ 40 കൂട്ടുമ്പോൾ എത്രയായി 80 ആയി. അപ്പോൾ ബാക്കി ഇനി സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 180 നിന്ന്, അതായത് ഫുൾ ഒരു ട്രയാങ്കിൾസ് കൂട്ടുമ്പോൾ എത്ര ട്രയാങ്കിൾ ഫുൾ ആംഗിൾ സം 180 ഡിഗ്രിയാണ്. 2 പേരും കൂട്ടിയപ്പം 80 ആയി. ബാക്കി ഇനി എത്രയേ ഉള്ളൂ, 180 നിന്ന് 80 കുറച്ച് കളഞ്ഞാൽ ബാക്കി എത്ര 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി 100 എന്ന് കിട്ടി. ഇനി ഇവിടെ കോഡ് സെൻറ്ററിൽ സബ്റ്റെൻഡ് ചെയ്യുന്നത് 100, അതായത് സെൻട്രൽ ആംഗിൾ 100 ആണ് എങ്കിൽ ഈ കോഡ് ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ, ഈ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ഒന്നുമില്ലടാ, എന്താണോ സെൻട്രൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ നേര് പകുതി. ഓക്കെ, അപ്പോൾ ഇത് 100 ആണെങ്കിൽ ഇതിൻ്റെ നേര് പകുതി എത്ര വരും, അത് 50 ഡിഗ്രി എന്ന് വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ആംഗിൾ ഇവിടെ ED, ഈ ആംഗിൾ കൂടെ കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ABCD എന്ന് പറയുന്ന 4 വെർട്ടെക്സും സർക്കിളിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് കോർഡിനേറ്റർ ആയിരിക്കും, സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. ഓക്കെ, സൈക്ലിക് കോർഡിനേറ്ററിന് ഒരു പ്രത്യേകതയുണ്ട്, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എപ്പോഴും എന്തായിരിക്കും 180, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി എന്ന് പറയും കേട്ടോ, 180 ഡിഗ്രി ആയിരിക്കും. നോക്കടാ, എയും ഡിയും എന്ത് ആംഗിൾസ് ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. എ എന്ന് പറയുന്നത് 50 ആണെങ്കിൽ ഡി എന്തായിരിക്കും ഇവിടെ 180 നിന്ന് 50 കുറച്ചാൽ മതി, സപ്ലിമെൻ്ററി കൂട്ടുമ്പോൾ. അപ്പം 180 നിന്ന് 50 കുറയ്ക്കുക, എത്ര കിട്ടും 130 ഡിഗ്രി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ ആംഗിൾസ് കണ്ടുപിടിക്കുക, ചോദിച്ച സാധനങ്ങൾ എടുത്തങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, പെട്ടെന്ന് എക്സ്ക്യൂസീവ് പോലെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, ഇതും സർക്കിൾ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കേടാ, അപ്പോൾ പെട്ടെന്ന് ആംഗിൾസ് കണ്ടുപിടിക്കുക, എന്നിട്ട് എടുത്തെഴുതുന്ന ജോലി എന്താ, ഏതൊക്കെയാണോ അവർ ചോദിക്കുന്ന ആംഗിൾസ് അങ്ങ് എടുത്തെഴുതിയത്. അപ്പോൾ ഞാൻ ആദ്യം ഫിഗറിൽ ആംഗിൾസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നോക്കിയടാ, ഇവിടെ 3 ആംഗിൾസ് വന്നിട്ടുണ്ട്, 60, 20, 50. നോക്കിയടാ, ഇതിലെ ഓരോ സൈഡ്സും, ഈ കോർഡിനേറ്ററിൻ്റെ ഓരോ സൈഡും കോഡായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ കോഡാണ്, കോഡ് സങ്കല്പിക്കുക, കോഡാണ്. ഓക്കെ, BC എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ 2 എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നോക്കിയടാ, BC എന്ന് പറയുന്ന കോഡ് ഇവിടെ 60 ഡിഗ്രി ഉണ്ടാക്കുന്നു, അതേ കോഡ് ഇവിടെ എന്തേ ഉണ്ടാക്കൂടാ 60 ഡിഗ്രി ഉണ്ടാക്കും. ഒരേ സെഗ്മെൻറ്റിൽ കോഡ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾസ് എപ്പോഴും തുല്യമായിരിക്കും. അതായത് BC എന്ന് പറയുന്ന കോഡ് ഇവിടെ 60 ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതേ കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഇതുപോലെ 20 നോക്കിയാലോടാ. നോക്കിയടാ, AD എന്ന് പറയുന്ന കോഡ് സിയിൽ സബ്റ്റെൻഡ് ചെയ്യുന്നത് 20,
അതേ എ ഡി എന്ന കോഡ് ഇതാ ഇവിടെയും സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും ഇവിടെ 20. അപ്പോൾ അത് 60 ആകുമ്പോൾ ഇവിടെ 60, അത് 20 ആകുമ്പോൾ ഇവിടെ എന്താ 20, തിരിഞ്ഞൊന്നും പോയില്ല കേട്ടോ. എടുത്ത് ഇനി 50 ഡിഗ്രി, അത് ഏത് കോഡാടാ നോക്കിയേ, ഡി സി എന്ന് പറയുന്ന കോഡ്. ഡി സി എന്ന് പറയുന്ന കോഡ് ഇവിടെ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ 50. അപ്പോൾ ഡി സി എന്ന് പറയുന്ന കോഡ് ഇവിടെയും സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ എന്തായിരിക്കും ഇവിടെ 50. നോക്കി ആംഗിൾസ് കൂടി കൂടി വന്നു കേട്ടോ. 3 ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ 6 ആക്കി. ഇനി എന്താ 2 പേര് ബാക്കിയുണ്ട്, ഇയാളും ഇയാളും. നമുക്കറിയാം ഏതാ കോഡ്, എ ബി എന്ന് പറയുന്ന കോഡ് ഉണ്ടാക്കുന്ന 2 ആംഗിൾസ് അത്. ഓക്കെ, അപ്പോൾ ഒരാളെ കിട്ടിയാൽ മറ്റവനും അതായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ കാര്യം. ഈ കോർഡിനേറ്ററിൻ്റെ എല്ലാ വെർട്ടെക്സും സർക്കിളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊരു കോർഡിനേറ്ററാണ്, സൈക്ലിക് കോർഡിനേറ്ററാണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എന്തേ വരൂ, 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നോക്കിയടാ 50ഉം 60ഉം ഇവിടെ മൊത്തം 110 ആയി. ഇവിടെ 20, അപ്പോൾ എത്രയായി, 110ഉം 20ഉം 130 ആയി. ഇനി എത്രയും കൂടെ വന്നാൽ മതിടാ, ഇനി എത്രയും കൂടെ വന്നാൽ മതി. ഇപ്പം തന്നെ 110ഉം 20ഉം 130 ആയി. ഇനി എത്രയും കൂടെ വന്നാൽ മതി, ഒരു 50ഉം കൂടെ വന്നാൽ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിക്കോളും, 180 ഡിഗ്രി ആവും. ഇപ്പോൾ നോക്കടാ 110ഉം 70ഉം എത്രയാണ്, 180 ആയി. 3 പേരെ കൂട്ടിയപ്പോൾ 110 കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേതപ്പോൾ എത്ര വരും ഇവിടെ, 50 വരും. ഞാൻ പറഞ്ഞു ഇവിടെ 50 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും ഇവിടെ 50 ആയിരിക്കും. ഏതെങ്കിലും മിസ്സായോ, എല്ലാവരും കിട്ടിയില്ലടാ. ഓക്കെ, ഇനിയൊന്നുമില്ല, അവർ ചോദിച്ച സാധനങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി. സി എ ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 60 ഡിഗ്രി, എ ബി ഡി എന്താ ഈ ആംഗിൾ എത്ര, 20 ഡിഗ്രി. പിന്നെ ചോദിച്ചത് കോർഡിനേറ്റേഴ്സിൻ്റെ എല്ലാ ആംഗിൾസും എ എഴുതണം, ബി എഴുതണം, സി എഴുതണം, ഡി എഴുതണം. നോക്കടാ എ എന്ന് പറഞ്ഞാൽ മൊത്തം പറഞ്ഞോളാം. എന്താ മൊത്തം 50ഉം 60ഉം എത്ര വരും, 110. ബി എന്ന് പറഞ്ഞാൽ ബി മൊത്തം എത്ര, 70. സി എന്ന് പറഞ്ഞാൽ സി മൊത്തം എത്ര, അതും 70. അടുത്ത് ഡി എന്ന് പറഞ്ഞാൽ എന്താ, അത് 110. അങ്ങനെ എടുത്തെഴുതിയാൽ മാത്രം മതി. തന്നിരിക്കുന്ന ആംഗിൾസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഫിഗറിൽ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ചോദിച്ച സാധനങ്ങൾ എടുത്താൽ എഴുതിയാൽ മതി. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ടും ടാൻജൻറ്റിൽ നിന്നും സർക്കിളിൽ നിന്നും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും. കാരണം ഈ ഒരു റിലേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് സീറ്റുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ച് കണ്ട ക്വസ്റ്റ്യനാണ്. എന്താണ്, 2 കോഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉള്ള നമുക്ക് റിലേഷൻ അറിയാം. എന്താ, ഈ 2 കോഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഈ 2 പാർട്ടിൻ്റെ പ്രോഡക്റ്റ് ഈ 2 പാർട്ടിൻ്റെ പ്രോഡക്റ്റിന് തുല്യമായിരിക്കും. ഫോർമുല നോക്കി പറഞ്ഞിടാം. അതാണ്ട് PA × PB = PC × PD. ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. അപ്പോൾ നമുക്ക് ആ റിലേഷൻ ആദ്യം എഴുതാം. എന്താടാ, PA × PB = PC × PD. ദയവ് ചെയ്ത് ഇതിങ്ങനെ കാണാതെ പഠിച്ചുകൊണ്ട് പോകരുത്, ഫിഗർ നോക്കി തന്നെ പഠിക്കുക. നിങ്ങൾ പേര് മാറ്റി അങ്ങ് തരും. എന്ത് ചെയ്യും, നിങ്ങൾ ഒരു ബിയും സിയും എക്കൊക്കെ വരെ എന്ത് ചെയ്തു, വല്ല QRS എന്തെങ്കിലുമൊക്കെ തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇതും പഠിച്ചുകൊണ്ട് പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫിഗർ നോക്കി പഠിക്കുക. ഈ 2 പോർഷൻസിൻ്റെ പ്രോഡക്റ്റ് അതാണ് PA × PB. അത് ആർക്ക് തുല്യമായിരിക്കും ഇവിടെ, PC × PD. ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം, ശ്രദ്ധിച്ചിരിക്കണേ. അല്ലാതെ നിങ്ങൾ ഈ ഫോർമുല കാണാതെ പഠിച്ചിട്ട് പോയാൽ എല്ലാ ഫോർമുലയും ഇതുപോലെ ഇരിക്കുന്നത്. PA × അത് എങ്ങനെ എടുക്കുന്നു എന്നല്ലാണ് കാര്യം. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് എഴുതാം. AB നമുക്ക് തന്നിട്ടുണ്ട് എത്രടാ, 10. മൊത്തം 10 തന്നിട്ടുണ്ട്. PB 4 തന്നിട്ടുണ്ട്. AB 10 ആകുമ്പോൾ PB 4 ആണ്. എനിക്ക് ബാക്കി എത്ര ഇടാം, 10 4 കുറച്ചാൽ എത്ര കിട്ടും, PA 6. ഇനി എന്താ തന്നിട്ടുണ്ട്, PC തന്നിട്ടുണ്ട് എത്ര, 3. എന്ത് കണ്ടുപിടിച്ചാൽ മതി, എന്താണ് ഫൈൻഡ് PAയും കണ്ടുപിടിക്കണം. പിന്നെ ഏതാ, PA നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെ എന്താ, PCയും കണ്ടുപിടിക്കണം, CD കണ്ടുപിടിക്കണം. ഓക്കെ, PA ഓൾറെഡി കണ്ടുപിടിച്ച്. എന്താ ടോട്ടല് 10, അതിൽ 4 കുറച്ചു, ബാക്കി എത്രടാ, 6. ആ കണ്ടുപിടിക്കുന്നതിനാണ് എ പാർട്ട്. എന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. PA കണ്ടുപിടിക്കുക. PA കണ്ടുപിടിക്കാൻ ആ 10ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, എന്താ 4 കുറച്ചാൽ മതി. എത്രടാ, 6 എന്ന് കിട്ടും. 6 സെൻറ്റിമീറ്റർ. അത് എടുത്തെഴുതുന്നതിനാ ഒരു മാർക്ക്. ഓക്കെ, ഇനി നമുക്ക് റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ ബാക്കി ആൾക്കാരെ കിട്ടും. PA അറിയാം, PB അറിയാം, പിന്നെ എന്താ അറിയാം, PC അറിയാം. എങ്കിൽ റിലേഷൻ ഇനി ആര് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ, PD. അപ്പോൾ റിലേഷൻ നോക്കിയിടാ, PAക്ക് പകരം എത്ര കൊടുക്കും, 6 × PBക്ക് പകരം 4 = PCക്ക് പകരം 3, PD എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഇനി PD കണ്ടുപിടിക്കാൻ അവൻ ഒറ്റയ്ക്കാക്കിയാൽ ഈ 3 എവിടെ പോടാ, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോഴത്തെ എന്താ, ഡിവിഷൻ ആവും. 6 × 4 / 3 = PD. ഓക്കെ, 3ഉം 6ഉം വെട്ടാ എത്ര, 2 വരും. 2 × 4 PD എത്ര കിട്ടൂടാ, 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. PD കിട്ടി, ബി പാർട്ട് ക്വസ്റ്റ്യൻ. ഇനി CD കണ്ടുപിടിക്കുക. CD എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ശ്രദ്ധിച്ചായിരുന്നോടാ, ഇത് മുഴുവൻ. എനിക്കിത് 8 എന്ന് കിട്ടി. അപ്പോൾ CD എന്ന് പറയുമ്പോൾ 2 കൂടെ കൂട്ടി വെച്ചാൽ പറഞ്ഞേ, 8 + 3 എത്ര കിട്ടും, 11 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സിമ്പിളല്ലേ. ആ റിലേഷൻ അറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ സർക്കിൾസിൽ റിമൈനിങ് ആംഗിൾസ് കണ്ടുപിടിച്ച പോലെ
ടാൻജൻസിൽ ഇതുപോലത്തെ റിമൈനിങ് ആംഗിൾസ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് അവർ തന്നിരിക്കും. ഇവരെന്താ തന്നത്? ADB എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ട്. ബാക്കി ആംഗിൾസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഓക്കെ, നോക്കിയടാ, ADB നമ്മൾ സർക്കിൾസിൽ പറയുന്ന അതേ സംഭവമാണ്. നോക്കടാ, എല്ലാ വെർട്ടെക്സും സർക്കിളിൽ ഇരുന്ന് ഇത് സൈക്ലിക് കോർഡിനേറ്റർ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാം. ഇത് 100 ആണെങ്കിൽ ഇത് എത്ര വരും? 180ൽ നിന്ന് 100 കുറച്ചാൽ എത്ര വരും? 80. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു സെൻട്രൽ ആംഗിൾ എന്താണോ അതിൻ്റെ പകുതിയായത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ? ഡബിൾ ആയിരിക്കും. നിങ്ങൾ പെട്ടെന്ന് വെപ്രാളത്തിൽ 80 എഴുതി ഇവിടെ 40 എഴുതി വയ്ക്കും. ഇത്രയും വലിയ ആംഗിൾ 40 എഴുതി വയ്ക്കാനുള്ള ബുദ്ധിയുള്ള പിള്ളേരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്താ ഹാഫ് എടുത്തത് അല്ലേ? സെൻട്രൽ ആംഗിളിൻ്റെ നേരെ പകുതി ആയത് എടുത്തത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ച് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഡബിൾ എടുത്തോണം. അപ്പോൾ ഇത് 80 ആണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ എത്ര വരും? 160. ഓക്കെ, 80ൻ്റെ ഡബിൾ. ഓക്കെ, ഇനി ഈ രണ്ട് ആംഗിൾസ് നമുക്ക് അറിയാം. ഇത് എന്ത് ട്രയാങ്കിളാണ്? ഐസോസിലസ് ട്രയാങ്കിൾ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു അല്ലേ? ഐസോസിലസ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ മുഴുവൻ ആംഗിൾ 180 എന്നറിയാം. അപ്പം ബാക്കി നോക്കണം, 180 ആണ്. അപ്പോൾ ഇത് 160 ഇവിടെ ഓൾറെഡി പോയി. 180ൽ 160 അവൻ അങ്ങ് എടുത്തു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 20 ഉള്ളൂ അല്ലേ? 180 160 പോയാൽ ബാക്കി 20. അവർക്ക് അടി കൂടാതെ വീതിച്ച് കൊടുക്കണം. കാരണം തുല്യ ആംഗിൾസ് ആണ് അല്ലേ ഇത് രണ്ടും. അപ്പോൾ 20 20 എഴുതാൻ പറ്റൂ? ഇല്ല, വീതിച്ച് കൊടുക്കണം. തോന്നും പോലെ കൊടുക്കരുത്. ഇത് 10 ഇത് 10. നോക്കട്ടെ, ഇപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായി? 180 ആയി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിളാണ്. അത് നമ്മൾ ടാൻജൻസിൽ പഠിക്കുന്ന ഒരു തിയറം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണ്. ഒന്നുമില്ലടാ, ഇത് ഒരു വെർട്ടെക്സ് സെൻറ്ററിലും 2 വെർട്ടെക്സ് സർക്കിളിലും 4ാമത്തെ വെർട്ടെക്സ് എന്താ ടാൻജൻസുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ്, അതായത് 2 ടാൻജൻറ്റും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇവിടെ ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. നമ്മൾ പറഞ്ഞത് എന്താ സൈക്ലിക് കോർഡിനേറ്റർ? പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? എല്ലാ വെർട്ടെക്സും എന്താ സർക്കിൾ ഇരിക്കുമ്പോൾ. ഇവിടെ അങ്ങനെയല്ല, നമുക്കിവിടെ സർക്കിൾ വരയ്ക്കാം എന്നാണ് അർത്ഥം. ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കാനുള്ള പറ്റും. ഇത്രേ ഉള്ളൂ. ഒരു വെർട്ടെക്സ് സെൻറ്ററിൽ 2 വെർട്ടെക്സ് സർക്കിളിൽ 4ാമത്തെ വെർട്ടെക്സ് എവിടെ ഇരിക്കണം? ടാൻജൻസുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ അത് എപ്പോഴും ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആയിരിക്കും. കോൺസെപ്റ്റ് സെയിം ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 ഡിഗ്രി. O എന്ന് പറയുന്നത് 160 ഡിഗ്രിയാണ് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന P കണ്ടുപിടിക്കാൻ 180ൽ നിന്ന് ആ 160 കുറച്ചാൽ മതി. എത്ര കിട്ടും? 20 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ സാധനം. സിമ്പിൾ സാധനമാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിച്ചിട്ട് പോണേ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇതും ടാൻജൻസ് എന്ന ചാപ്റ്ററാണ്. എന്താ ബാക്കി എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ശ്രദ്ധിച്ചിരുന്നോണേ. നോക്കിക്കടാ, ഇത് 50 ഇത് 60. Q കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആംഗിൾ സം പ്രോപ്പർട്ടി. മൊത്തം 180 ഡിഗ്രി. 50ഉം 60ഉം കൂടെ 110. ബാക്കി ഇനി എത്ര വരും? 70 വരും. ബാക്കി എത്ര വരും? 70 വരും. ഇനി നോക്കിയടാ, നമുക്ക് 70 വന്നു. ഇനി നമുക്ക് ബാക്കി പുറത്തുള്ള ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോണേ, ഇതൊരു തിയറമാണ്. അതായത് നമ്മുടെ കോഡ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആദ്യം ചെക്ക് ചെയ്യാം. നോക്കിയടാ, PQ എന്ന് പറയുന്ന കോഡ് സർക്കിൾ ഉണ്ടാക്കിയ ആംഗിൾ എത്ര? 50 ഡിഗ്രി. ഈ 50 ഡിഗ്രി ആയിരിക്കും ഈ കോഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. ശ്രദ്ധിക്കണം, ഒരു കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരുന്നു മനസ്സിലാക്കുക. PQ എന്ന് പറയുന്ന കോഡ് സർക്കിൾ ഉണ്ടാക്കിയത് എത്രടാ? 50. ഈ 50 എവിടെയൊക്കെ വരൂടാ? ഈ കോഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് ഇതും 50 ആയിരിക്കും, ഇതും എന്തായിരിക്കും? 50 ആയിരിക്കും. ഓക്കെ, ഇതും 50 ആയിരിക്കും, ഇതും 50 ആയിരിക്കും. പിന്നെ അതാ ഇത് രണ്ടും എന്തായിരിക്കും? 50 ആയിരിക്കും. ഇവിടെ നോക്കിയടാ, ഇത് രണ്ടും 50 വരുമ്പോൾ ഇയാളെ കണ്ടുപിടിക്കാൻ എളുപ്പം. 50 50 100ആയി. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? ഒരു ട്രയാങ്കിളിൽ 80 ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അത് തന്നെയായിരിക്കും ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 50 ആണെങ്കിൽ ഇവിടെ 50 ഇവിടെ 50. പിന്നെ ഈ ഒരു ട്രയാങ്കിളിൽ 2 ആംഗിൾസ് കിട്ടി. ബാക്കി എത്ര വരും? 80 വരും. ഇതുപോലെ മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പോകണേ. ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ PR എന്ന് പറയുന്ന കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ 70. അപ്പോൾ എവിടേക്ക് 70 വരും? ഇവിടെയും 70 ആയിരിക്കും, ഇവിടെയും 70 ആയിരിക്കും. ഈ രണ്ടുപേരും 70. അപ്പോൾ എത്രയായി? 140. അപ്പോൾ ബാക്കി എത്ര വരൂടാ? 140 ആണ്. ഒരു 180 ആണ് മുഴുവൻ. 140 പോയാൽ ബാക്കി എത്ര? 40. കണ്ടോ, കംപ്ലീറ്റ് ആയി. ഇതുപോലെ അടുത്ത് പറയടാ, ഇവിടെ 60. കോഡ് സർക്കിൾ ഉണ്ടാക്കിയത് 60. അപ്പോൾ ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ 60, ഇവിടെ 60. 60 60 എത്രയായി? 120 ആയി. ബാക്കി ഇനി ഇവിടെ എത്ര വരൂടാ? 60 വരും. തീർന്നു. എല്ലാ ആംഗിൾസും ആയി. സിമ്പിൾ അല്ലേ? അപ്പം കോൺസെപ്റ്റ് അറിയണം. ഒരു കോഡ് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയായിരിക്കും അതേ കോഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന 2 സൈഡിലെ ആംഗിൾ. രണ്ടും, അതായത് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും ഇവിടെ എക്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇത് തിരിച്ച് ചോദിക്കും കേട്ടോ. പുറത്തുള്ളത് തന്നിട്ട് അകത്തുള്ളവന്മാരെ ചോദിക്കും. അപ്പോൾ തിരിച്ച് വന്ന വഴി അങ്ങ് തിരിച്ച് വന്നാൽ മതി. ഓക്കെ, അപ്പം ഓക്കെ ആണല്ലോ? അടുത്ത ദിവസം പോവാം. ശരി, ടാൻജൻറ്റിലെ അടുത്ത ഇമ്പോർട്ടൻ്റ്, അതായത് ഇത് വരണമെങ്കിൽ ഒന്നുകിൽ സെക്ഷൻ സിയിലോ അല്ലെങ്കിൽ ഡിയിലോ വരും.
കുറഞ്ഞ 3-4 മാർക്കിനൊക്കെ 4-5 മാർക്ക് അതിനപ്പുറം 2 മാർക്കിനൊന്നും ചോദിക്കില്ല കേട്ടോ. മിനിമം 3-4-5. ഓക്കെ, അത്രയും മാർക്കിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇൻസർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിൾ തന്നിരിക്കും, അതിൻ്റെ അകത്തിരിക്കുന്ന സർക്കിളിനാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയടാ, എ സി എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റിനാണ് ഫസ്റ്റ്, ഡയറക്റ്റ് ക്വസ്റ്റിനാണ്. നോക്കി, എ ബി എന്ന് പറഞ്ഞ സൈഡ് തന്നിട്ടുണ്ട്, ബി സി എന്ന് പറഞ്ഞ സൈഡ് തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും ഉണ്ട് ഓൾട്ടിറ്റ്യൂഡും ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടനൂസ. ഏത് തിയറം ആയിരിക്കും? പൈതഗോറസ് തിയറം. അപ്പോൾ എ പാർട്ട് ക്വസ്റ്റിൽ നമുക്ക് നോക്കാം. എ പാർട്ട് ക്വസ്റ്റിൽ എന്താ പറയുന്നത്? എ പാർട്ട് ക്വസ്റ്റിൽ എ സി കണ്ടുപിടിക്കുക. പൈതഗോറസ് തിയറം വെച്ച് എന്താണ്? ഹൈപ്പോട്ടനൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ആരൊക്കെയാടാ? 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എത്ര കിട്ടൂടാ? 144 25 എത്ര? 169. ഇതൊക്കെ ചെയ്ത് നോക്കി സമയം കളയരുത്. 169 ആരെയാടാ? 13 കേട്ടോ. 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. എ പാർട്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് പൈതഗോറസ് തിയറം വെറുതെ അങ്ങ് അപ്പ ഇതങ്ങ് വെച്ചാൽ. ഓക്കെ, തിരിഞ്ഞൊന്നും പോയത്. ഓക്കെ, ഇനി എ പാർട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ബി പാർട്ട് ക്വസ്റ്റ്യൻ ഏരിയ കണ്ടുപിടിക്കുക. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താ? ബി പാർട്ട് ക്വസ്റ്റ്യൻ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്ര? ഹാഫ് ഇൻറ്റു ബേസ് 12, ഹൈറ്റ് എത്ര? 5. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിച്ചെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല കേട്ടോ. 2ഉം 12ഉം വെട്ടും 6, 6 ഇൻറ്റു 5 എത്ര കിട്ടൂടാ? 30 സെൻറ്റിമീറ്റർ സ്ക്വയർന്ന് കിട്ടും. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും ഓക്കെ റെഗുലറായിട്ട് ചോദിക്കുന്ന സാധാരണ ക്വസ്റ്റ്യൻ നമുക്ക് 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സാധനങ്ങൾ തന്നെയാണ്. ഇനി ശ്രദ്ധിക്കണം, സി പാർട്ട്. അത് ഈ വർഷം പഠിച്ച സാധനമാണ്. ഇൻസർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? ശ്രദ്ധിക്കണേടാ, അതിനൊരു ഫോർമുല നമുക്കുണ്ട്. റേഡിയസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഒന്നുമില്ല. ഏരിയയെ സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഏരിയയെ സെമി പെരിമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താ സെമി പെരിമീറ്റർ? എന്താണോ പെരിമീറ്റർ അതിൻ്റെ പകുതി. ഓക്കേടാ, ഇത് 5, ഇത് 12. കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചത് എത്ര? 13. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. കൂട്ടി പറഞ്ഞേടാ, 13ഉം 12ഉം 25, 25ഉം 5 30. കണ്ടോ സെമി പെരിമീറ്റർ എത്ര? സോറി, പെരിമീറ്റർ എത്ര? 30. ഈ 30 അല്ല എടുക്കേണ്ടത്, സെമി പെരിമീറ്റർ. അപ്പോൾ എന്താ? 30ൻ്റെ പകുതി. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ അറിയാം, പക്ഷെ സെമി പെരിമീറ്റർ കണ്ടുപിടിച്ച് വയ്ക്കണം. എത്രയാടാ? 30 പെരിമീറ്റർ. അതിൻ്റെ നേര് പകുതി എടുക്കാൻ മറക്കരുത്. അപ്പോൾ എത്ര കിട്ടും? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും സെമി പെരിമീറ്റർ. ഇനി റേഡിയസിൻ്റെ ഫോർമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏരിയയ്ക്ക് പകരം 30, എസിന് പകരം സെമി പെരിമീറ്ററിന് പകരം 15. ആൻസർ എത്ര കിട്ടുക? 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താ ആ റിലേഷൻ അറിഞ്ഞാൽ മതി, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏരിയ കണ്ടുപിടിക്കാൻ റൈറ്റ് ട്രയാങ്കിൾ അല്ല തന്നിരുന്നെങ്കിൽ, സാധാരണ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, ഹെറോൺസ് ഫോർമുല എന്ന് പറയും. അതും കൂടെ ഞാൻ വേണമെങ്കിൽ നോട്ട് ചെയ്ത് തരാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് സാധാരണ ഗതിയിലുള്ള ഏരിയയുടെ ഫോർമുല. 3 സൈഡുമാണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് തന്നിട്ടില്ല. എങ്കിൽ നിങ്ങൾ ഹെറോൺസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എന്താ ഹെറോൺസ് ഫോർമുല വെച്ച്? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ ഒരു സാധനം വെച്ച് കണ്ടുപിടിച്ചോളാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈറ്റ് ഇല്ലാതെ മോസ്റ്റ് പ്രോബബ്ലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തരും. ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാ സൈഡും തന്നിരിക്കും, എന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എടാ മനസ്സിലാക്കിയോ, എ എന്ന് പറഞ്ഞാൽ 1ാമത്തെ സൈഡ്, ബി എന്ന് പറഞ്ഞാൽ 2ാമത്തെ സൈഡ്, സി എന്ന് പറഞ്ഞാൽ 3ാമത്തെ സൈഡ്, എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. ഇതിൽ വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അവിടെ നിന്നും ഏരിയ കിട്ടും. എന്നിട്ട് എന്ത് ഫോർമുല? ആർ ഈസ് ഈക്വൽ ടു എ ബൈ എസ്. ഓക്കെ അല്ലേ? അടുത്ത സർക്കിളിൽ പഠിച്ച പോലെ ഒരു റിലേഷൻ ഇവിടെയും കൂടെ പഠിക്കണം. ഏതാ? നമ്മൾ പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അവിടെ 2 റിലേഷൻ വേറെ ഉണ്ട്. ഡയമീറ്റർ വരുന്ന കേസ് നമ്മൾ ഫോർമുല പറയുന്നുണ്ട്, പക്ഷെ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള എന്താ? കോഡുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ടാൻജൻറ്റിലും ഇതുപോലെ റിലേഷൻ ഉണ്ട്. എടാ, ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്, ഡയമീറ്ററിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ടോ, സെൻറ്ററിൽ കൂടെ പോകുന്നപ്പോൾ RS ഡയമീറ്റർ, അങ്ങനെ ഒരു സീക്വൻ്റ് എന്ന് പറയാം അല്ലേ, ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്. ഇവിടെ ഈ PQ എന്ന് പറഞ്ഞാൽ ടാൻജൻ്റാണ്. ഇവിടെ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. ആദ്യം ടോട്ടൽ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആരാടാ? PR. ഇതിനെ ഔട്ട്സൈഡ് പാർട്ട് അതാരാ? PS കൊണ്ട് ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പേര് വെച്ച് പഠിക്കരുത്, ഫിഗർ നോക്കി പഠിക്കണം. എങ്ങനെ? ടോട്ടൽ ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ഇൻറ്റു ഔട്ട്സൈഡ് പാർട്ട്. അപ്പോൾ എന്താ? PR ഇൻറ്റു PS ഈസ് ഈക്വൽ ടു ആരുടെ സ്ക്വയർ? ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. അപ്പോൾ എന്താ? PQ സ്ക്വയർ. ഇതാണ് ആ റിലേഷൻ. ഞാൻ പറഞ്ഞു PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ എന്നായിരിക്കും ടെക്സ്റ്റ് കിടക്കുന്നത്. പക്ഷേ ആ ഫോർമുല പഠിച്ചുകൊണ്ട് പോയാൽ ഇത് എഴുതാൻ പറ്റില്ല, ഫിഗർ നോക്കി വേണം പഠിക്കാൻ. ടോട്ടൽ ഇൻറ്റു ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു ടാൻജൻറ്റിൻ്റെ സ്ക്വയർ. ഇനി നമുക്ക് എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ച സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാം. PR കണ്ടുപിടിക്കണം. PR കണ്ടുപിടിക്കാൻ ഈ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ പറ്റും. നമുക്ക് ഫോർമുല അറിയാം. PR അറിഞ്ഞൂടാ. PS ന് പകരം 8, PQ പകരം
12 പി ക്യൂ സ്ക്വയർ ആണ് അല്ലേ, 12ൻ്റെ സ്ക്വയർ. അപ്പോൾ പി ആർ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ ബൈ 8 താഴെ പോയില്ലേടാ, 8 താഴെ പോകും. നമുക്ക് ഡയറക്റ്റ് ചെയ്യാനെക്കാട്ടും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 12 സ്ക്വയർ എന്താ, 12 × 12 ബൈ 8. ഇനി വെട്ടാം, എന്താ 4 വെച്ച് വെട്ടാം അല്ലേ. 4 വെച്ച് വെട്ടുമ്പോൾ ഇത് 3, ഇവിടെ 2, ഇവിടെ 2 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ എന്ത് ഇടാ, 6. 6 × 3 എത്ര ഇട്ടൂടാ, 18 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ. ഇനി ആർ എസ്, ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താടാ, ആർ എസ് കണ്ടുപിടിക്കുക. ആർ എസ് എന്ന് പറയുമ്പോൾ എവിടെ ആർ എസ്, ഇതാ ഇത്രയേ ഉള്ളൂ ആർ എസ്. ആർ എസ് കണ്ടുപിടിക്കാൻ ആരിൽ നിന്ന് ആര് കുറച്ചാൽ മതി, മൊത്തം പി ആർ എനിക്ക് അറിയാം, അതിൽ നിന്ന് എന്ത് കുറച്ച് കളഞ്ഞാൽ മതി, പി എസ് കുറച്ച് കളഞ്ഞാൽ മതി. അതായത് ആർ എസ് കണ്ടുപിടിക്കാൻ മുഴുവൻ 18ൽ നിന്ന് പുറത്തിരിക്കുന്നവനെ എടുത്ത് കളഞ്ഞാൽ മതി. എത്രടാ അത്, 8. 18ൽ നിന്ന് 8 പോയാൽ ബാക്കി എത്ര, 10 സെൻറ്റിമീറ്റർ. ആർ എസും കിട്ടി. ഇനി എന്താ ചോദിച്ചത്, വാട്ട് ഈസ് ദ റേഡിയസ്. നോക്കിയടാ, ശ്രദ്ധിച്ച് നോക്കിയടാ. ആർ എസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ്, അത് എത്ര കിട്ടി, 10. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്ററിൻ്റെ നേര് പകുതി. ഇപ്പോൾ എത്ര റേഡിയസ് എന്ന് പറഞ്ഞാൽ, റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ 10, 10ൻ്റെ പകുതി എത്ര കിട്ടൂടാ, 5 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ, സിമ്പിൾ അല്ലേ സംഭവം.